suicidal thoughts ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇത് തുടങ്ങിയ സമയത്ത് ഇവർക്ക് മനസ്സിലായിരുന്നില്ല ഇത് എന്താ സംഭവം എന്ന്. അപ്പൊ നമ്മള് പേടിച്ചു, ഇവര് നല്ലോണം പേടിച്ചു. ഇവരെന്താ ഇങ്ങനെ ഭയങ്കര ടാൻഡ്രംസും ടെമ്പർ ബേസ്റ്റും അങ്ങനെയൊക്കെ വന്നപ്പോ എന്താന്ന് മനസ്സിലാവാണ്ട് അങ്ങനെ നമ്മൾ ഡോക്ടറെ പോയി കണ്ടതാണ്. വിളിക്കും, അമ്മയെ വിളിക്കും. ഇപ്പോൾ ഞങ്ങൾ ബോട്ടിൽ അമ്മ ഓണാക്കിയിട്ടിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കും. ഫുൾ ടൈം ഇങ്ങനെ കൂടെ ഇന്ന് അമ്മ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിച്ച് അപ്പോൾ എനിക്കുള്ള ഫ്രണ്ട്സ് തന്നെ ഞാൻ ഒരുപാട് കാലം അറിഞ്ഞതിന് ശേഷമാണ് അവരുടെ എല്ലാം ഓപ്പൺ അപ്പ് സംസാരിച്ച് തുടങ്ങിയത് തന്നെ. എല്ലാവരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ അമ്മ സിംഗിൾ പാരന്റ് ആണ്, ഡിവോഴ്സ് ചെയ്യണം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ. നമ്മളെല്ലാം തുറന്നു പറയുന്നത് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ. ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും പുറത്തെപ്പോഴും ആ ചിരിച്ച മുഖം കണ്ടാൽ മതി. അത് ഉള്ളിൽ ഇപ്പൊ സങ്കടം ഇല്ല, അതുകൊണ്ടാ. സാധാരണ സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല ആരോടും. അത് സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ മുഖത്ത് പോലും നോക്കില്ല ആരുടെ അടുത്ത്. ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒരാഴ്ചക്ക് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മൂഡ് സ്വിങ്സ് തുടങ്ങും. മൂഡ് സ്വിങ്സ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു നമ്മളൊരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ വേർത്തല്ല ഈ ലൈഫ്, നമ്മൾ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഇതാണ് ലൈഫാണ്, എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, യൂട്യൂബ് വ്ളോഗിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് മലയാളത്തിലെ വ്ളോഗിംഗ് യൂട്യൂബ് തുടങ്ങുന്നത് ലക്ഷ്മി ചേച്ചി. അത് മലയാളത്തിലെ സ്ത്രീകളിൽ ഫീമെയിൽ വേർഷനിൽ ഞാനാണ് ചെയ്തത് വ്ളോഗിങ് ഫസ്റ്റ് ആയിട്ട്. അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മതിയായി നിർത്തി. പിന്നെ ആ ഒരു ഫേസ് നിർത്തി. കുറെ യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മതിയായിട്ട് നിർത്തിയതാ. പിന്നെ ഞാൻ ഇടയിൽ ഒരു കോവിഡ് ടൈമിലാണ് എനിക്കൊരു ഡിപ്രഷനൊക്കെ കിട്ടിയത്. ആ ഒരു ടൈമിൽ ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് നല്ല റെസ്പോൺസ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് ടിക്ടോക്ക് ബാനൊക്കെ വന്ന സമയത്ത് ഇൻസ്റ്റയിലേക്ക് ചേക്കേറി. അങ്ങനെ ഇൻസ്റ്റയിൽ പിന്നെ തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് ഷോർട്സ് ഇട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും സജീവമായിട്ട് ഈ മീഡിയയിൽ വന്നു. ഇപ്പം എനിക്കൊരു കുഞ്ഞു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് മുൻപ് ചെയ്ത ആളുകളെ ചുമ്മാ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് അങ്ങനെ കാര്യങ്ങള്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് മലയാളത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ പിന്നീട് നോക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നത്. അതെ നമുക്ക് ശേഷം ഒരുപാട് നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നൊരു മേഖലയാണ് യൂട്യൂബ് ചാനൽ. അത് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഈ പൊതുവെ നമുക്ക് പഴയ നമ്മൾ ചെയ്ത വീഡിയോസ് കാണാനേ ക്രിഞ്ചാണ്, ഭയങ്കര ക്രിഞ്ചാണ്. ഞാൻ കാണാനേ പോകാറില്ല. അയ്യോ രക്ഷയില്ല. 10 വർഷം മുമ്പത്തൊക്കെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ ചെയ്തത്. അത് ഒരു ക്യാമറ, ഒരു ലൈറ്റിംഗ്. അപ്പൊ ലൈറ്റിംഗ് ഒന്നും ശരിയാപോലും അല്ല. ഇതൊക്കെ എല്ലാം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യാറ്. എഡിറ്റിംഗ്, പ്രീമിയർ പ്രോയിൽ എഡിറ്റിംഗ് ചെയ്യണ ഞാനാണ്, ലൈറ്റിംഗ് ഞാനാണ്, ക്യാമറ സെറ്റപ്പ് ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഇപ്പൊ എടുത്ത് നോക്കുമ്പോഴേ ലൈറ്റൊന്നും ലൈറ്റിന്റെ വഴിക്ക്, ക്യാമറയുടെ വഴിക്ക്, ഞാൻ എന്റെ വഴിക്ക്, എല്ലാം തോന്നിയ പോലെയാണ്. നമുക്ക് പണ്ടത്ത് കാണാൻ മടിയാണ്. അതേസമയം വേറെ ആരെങ്കിലും നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് നമ്മളിപ്പോ ഒരാൾക്ക് വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ, വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെടില്ല. അതേപോലെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഈ തൻവി ഇതൊക്കെ കാണാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാറുണ്ടോ? തൻവി ഇടയ്ക്കിരുന്ന് കാണും. സോ ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറയും. തൻവി ഇടയ്ക്കിരുന്ന് കാണും. ചിലതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്, ചിലതൊക്കെ കാണും ഇഷ്ടമാണ്, ചിലതൊന്നും കാണില്ല. അവള് പൊതുവെ വീഡിയോക്ക് വരാൻ തന്നെ ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷേ പല വീഡിയോസിൽ സ്കോർ ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൾക്ക് വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമല്ല. അത് ഈ ടീനേജേഴ്സിന്റെ ഒരു സ്വഭാവമാണ്. ഫോട്ടോ എടുക്കുന്ന തന്നെ ഇങ്ങനെ എല്ലാം മുഖമൊക്കെ പൊത്തിച്ച് എല്ലാം മുഖം പൊത്തിയിട്ടുള്ള ഫോട്ടോസിൽ എല്ലാത്തിലും അവളുടെ മര്യാദക്കുള്ള ഒറ്റ ഫോട്ടോ എന്റെ മൊബൈലില്ല. എല്ലാം അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ ചില കോൺവെർസേഷൻസ്, ചില വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു അമ്മ എന്ന നിലയിലേ അവർ വെറുതെ കാര്യം എങ്ങനെ കണക്ട് ചെയ്യണം? ഞാൻ ChatGPT അടിച്ചു നോക്കും ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. എന്നിട്ട് ഞാൻ തിരിച്ച് പറയും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ തന്നെ പറയും അമ്മ ഡോണ്ട് സ്റ്റാർട്ട് ഇട്ട്, അങ്ങനെ ചെയ്യല്ലേ, അത് ഭയങ്കര ബോറാണ്, അമ്മക്ക് ചിയർ ആയിട്ടില്ല, അവൻ ബൂമറാണ് ചെയ്യരുതെന്ന് പറയുന്നത്. പല കാര്യങ്ങളും തന്വിയായിട്ടും പഠിപ്പിക്കുന്നു. തന്വി പഠിക്കുന്നതിന് ഞാൻ പഠിക്കും. ഞാൻ ടിക്ടോക്ക് കണ്ട് പഠിച്ചിട്ട് ഞാൻ കാണിക്കും. അപ്പോൾ കാണിക്കരുത്, ക്രിഞ്ചാണ്, ഇത് കാണിക്കരുത്, അയ്യോ എന്നൊരു. എനിക്കൊരു സൂപ്പർമാൻ ഇതൊക്കെ നമ്മൾ പണ്ടേ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ പണ്ടേ സീൻ വിട്ടതാണ്. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ സാധനങ്ങളാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഇറക്കണത്. എനിക്കത് 90s അമ്മമാരെ നമ്മളിനി അമ്മമാരായി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. അതെ അതെ, നമ്മൾ ഓൾറെഡി വെയിൽ ചാടി ആൾക്കാരാണ്. ഇത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ശരിക്കും ഇപ്പൊ കോപ്പി പേസ്റ്റ് ആണ്. തൻവിയും എനിക്കൊന്ന് ചേച്ചിക്ക് കറക്റ്റ് ഒരുപോലെ. ഇപ്പൊ കുറച്ചും കൂടി അവള് വലുതായപ്പോ കറക്റ്റ് അതുപോലെ. പക്ഷെ ക്യാരക്ടർ വൈസ് മിഥുൻ ചേട്ടനാണോ അത് ചേച്ചിയാണോ? തന്നി കുറച്ചിട്ട് മിഥുൻ ചേട്ടന്റെ പോലെയാണ് ക്യാരക്ടർ വൈസ്. ഞങ്ങൾ രണ്ടുപേരെ പോലെയും ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവള് അധികം നമ്മളിപ്പോ ഒരുപാട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല. അവളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിൽ മാത്രമേ അവള് ഭയങ്കരമായിട്ട് സംസാരിക്കുള്ളൂ, ഓപ്പൺ അപ്പ് ചെയ്യുള്ളൂ. പിന്നെ സ്കൂളിലത്തെ LKG തൊട്ട് 10th 11th 13 വരെയുള്ള പിള്ളേരിലെ എല്ലാ ക്ലാസ്സിലും ഫ്രണ്ട്സ് ആണ്. അതൊക്കെയാണ്. പക്ഷെ പുറമെ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സംസാരിക്കണ കൂട്ടത്തിലൊന്നുമല്ല.
അങ്ങനത്തെ ആദ്യം ബുക്കൊക്കെ വായിച്ച് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരുന്ന് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യണ കൂട്ടത്തിലാണ് സമയം ചെലവാക്കുന്നത്. ഞാൻ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ചേച്ചി കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും, അതായത് സംസാരിക്കാൻ ഇന്റർവ്യൂസിൽ പതുക്കെ 2 വാക്കിലൊക്കെ നിർത്തും. അല്ല, ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ഞാൻ വളരെ ശക്തി ആർജിച്ചു വന്നിട്ടാണ് എനിക്ക് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് ആവാൻ. ഞാൻ എത്രയോ നേരം പ്രാക്ടീസ് ചെയ്തിട്ടാന്ന് അറിയാൻ വന്നിരിക്കണത് ഇവിടെ. നിങ്ങൾക്ക് അതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി, ഇപ്പൊ ഞാനൊരു സ്വന്തം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ഇൻട്രോവേർട്ടാ, പക്ഷെ ക്യാമറ തുറക്കുമ്പോൾ നമ്മുടെ ജോലി സംസാരിക്കും. അപ്പൊ അതിന്റെ താഴെ വന്ന് കമന്റ് അതെന്താ അങ്ങനെ റോന്തിന്റെ ഇതിന് പ്രൊമോഷൻ പോണെന്ന് തൊട്ട് ഞാൻ ഇല്ല, ഞാൻ ഇൻട്രോവേർട്ട് ആണ്, ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടുന്നത് സത്യം പറഞ്ഞാല്. പക്ഷെ ആളുകൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും, വീഡിയോന് മുമ്പിൽ ഭയങ്കര ആക്റ്റീവ് ആണ്, എക്സ്ട്രോവേർട്ട് ആണ്. അതെങ്ങനെയാ ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ ഒരു സ്പേസിൽ എത്തുമ്പോഴാണ്? അത് പിന്നെ നമ്മൾ അധികം ഷൂട്ട് നടക്കുന്നത് നമ്മുടെ വീട്ടിനുള്ള. അപ്പൊ നമ്മുടെ വീട് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് അല്ലേ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. പിന്നെ കൂടെ അഭിനയിക്കുന്ന മിഞ്ചേട്ടൻ അല്ലെങ്കിൽ തൻവി, പിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് അജീഷ്, അങ്ങനെയാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ഒരു ഇൻഹിബിഷൻ ഫീൽ ചെയ്യുന്നില്ല അവിടെ. സിനിമയിലെ സെറ്റിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ വരുന്നത്. റീൽ എടുക്കുന്ന പോലെ അല്ലല്ലോ, ഭയങ്കര ഒരു ഹോൾ ക്രൂവിന്റെ മുമ്പിൽ, ടെക്നീഷ്യൻസിന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ അഭിനയിക്കണല്ലോ. അപ്പോഴാണ് നമുക്ക് ഉള്ളിൽ നെർവസ്നെസ് ഫീൽ ചെയ്യുക. അപ്പൊ ഈ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ സെറ്റിൽ വരുമ്പോൾ ആദ്യത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ സീൻ ഷൂട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു, എങ്ങനെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോ സീൻ കഴിയുമ്പോഴും ഞാൻ ചോദിക്കും, ഷായി ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ, ഓക്കെ ആണോ, കുഴപ്പമില്ലല്ലോ, ഇല്ലല്ലോ ഓക്കെയാണ് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചില സീൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഓവറാകുമ്പോൾ ഷായി ചേട്ടനും ദിലീഷ് ചേട്ടനും പറഞ്ഞു നമ്മൾ ഇത്ര കുറച്ച് കുറയ്ക്കാൻ മീറ്റർ, ഇത്ര ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെയുള്ള സീൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരെ ഭയങ്കര എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആയിരുന്നു, ഇൻക്രെഡിബിളി സപ്പോർട്ടീവ് ത്രൂ ദ ഹോൾ പ്രോസസ്. അതുകൊണ്ട് കുറെ എളുപ്പമായി സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഒരു നെഗറ്റീവ് ഒരു സിറ്റുവേഷൻ, ഒരു ബാഡ് സിറ്റുവേഷൻ ലൈഫിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇപ്പം ഒരു ട്രോമ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ആത്മഹത്യ ചെയ്യാം എന്നതാണ് ഉള്ളിൽ നിന്ന് തോന്നുന്നത്. അത്തരം തോന്നലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്? ഞാൻ വിളിക്കും, അമ്മയെ വിളിക്കും. ഇപ്പൊ ഞങ്ങൾ ബോട്ട് ടീമില് അമ്മ ഓണാക്കിയിട്ടിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കും. ഫുൾ ടൈം ഇങ്ങനെ കൂടെ നിന്ന് അമ്മ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിച്ച് കാം ഡൗൺ ആക്കി മാറ്റും. ഇപ്പൊ മുൻചേട്ടനാണ് ഉണ്ടായി മുൻചേട്ടൻ എന്നെ പുറത്ത് കൊണ്ടുപോയി, എനിക്ക് പുറത്തു പോകാനേ താല്പര്യം ഉണ്ടാവില്ല. അത് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് പുറത്ത് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ മൈൻഡ് അങ്ങനെ മാറ്റി അങ്ങനെ കൊണ്ടുവരും. സൂയിസൈഡൽ തോട്ട്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഗെയിമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തോന്നുന്ന ആളുകൾ ചിലപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ആരുടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കുറെ ഹെൽപ്ഫുൾ ആണത്. ആരോട് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് ഇവിടുന്ന് ബെഡിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പോലും നമ്മളത് പറ്റും എന്ന് വിചാരിച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ബെറ്ററായി നമ്മുടെ ലൈഫ് നമ്മുടെ തിരിച്ച് കൺട്രോളിലേക്ക് എത്തും. അതേസമയം നമ്മൾ അങ്ങനെ ആളുകളെ മനസ്സിലാക്കാനും ഒരു അങ്ങനെ സ്നേഹം വേണം ആൾക്കാർക്ക്. അതിപ്പോ ഡിപ്രഷൻ വെറുതെ അഭിനയിക്കുകയാണ്, അങ്ങനെ പനി വരണ പോലെ ഉള്ളൂ, ഇതും ഒരു അസുഖം തന്നെയാണ്. അത് ചില ആൾക്കാർക്ക് തിരിച്ചറിയില്ല. അങ്ങനെയാണ്. ലൈഫിൽ ഇത്രയും പല സിറ്റുവേഷനിൽ പോയ ആളാണ്, അല്ലെങ്കിൽ തോൽവിയും ജയവും ഒക്കെ ലൈഫിൽ കണ്ട ആളാണ്. ഈ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്തെ ശരിക്കും ലക്ഷ്മി ചേച്ചി പഠിച്ചൊരു കാര്യം എന്താ? അങ്ങനെ അതായത് വല്ലവരുടെ കൈയെടുത്ത് തലയുടെ അടിയിൽ വെക്കാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കൈയെടുത്ത് പോകും. അതായത് എല്ലാവരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ അനുഭവങ്ങൾ ലൈഫിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ട്രസ്റ്റ് ചെയ്യില്ല, ഈസിലി ട്രസ്റ്റ് ചെയ്യില്ല ഞാൻ ആരും. അങ്ങനെ ട്രസ്റ്റ് കുറച്ച് സമയമൊക്കെ എടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് കുറെ സമയം എടുത്തിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ എനിക്കുള്ള ഫ്രണ്ട്സ് തന്നെ ഞാൻ ഒരുപാട് കാലം അറിഞ്ഞതിന് ശേഷമാണ് അവരുടെ എല്ലാം ഓപ്പൺ അപ്പ് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. അങ്ങനെയാണ്. ഇപ്പൊ എത്ര സുഹൃത്തുക്കളുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള? അത് ദുബായിലായിരിക്കും? ദുബായിലാണ് സുഹൃത്തുക്കള് എന്ന് പറഞ്ഞാല് 6 പേരാണ് മെയിൻ സുഹൃത്തുക്കള്. ലക്ഷ്മി ചേച്ചിയുടെ ഒരു സുഹൃത്താവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു സുഹൃത്തുക്കളായിരിക്കും ലക്ഷ്മി ചേച്ചിന്റെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക? വളരെ ഓണസ്റ്റ് ആയിരിക്കണം, അങ്ങനെ കള്ളൊന്നും പറഞ്ഞിട്ടുള്ള, അതായത് ഈ ഫേക്ക് ആയിട്ടുള്ള പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പറ്റില്ല. അതായത് ഞാൻ ചാടാ ഭയങ്കര സംഭവമാണ്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ കാണാം അങ്ങനൊന്നും പറഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് എനിക്കിഷ്ടമല്ല. പിന്നെ എപ്പോഴും ഈ ഓവർ ഈ ഇൻസ്റ്റയിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടുകെട്ട് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും പരിപാടിക്ക് എന്നെ കിട്ടില്ല. അതിനൊന്നും ഞാനില്ല. അങ്ങനത്തെ ഒന്നും ഫ്രണ്ട്സ് തന്നെ ഞാൻ അടുപ്പിക്കില്ല. ഈ നോ പറയാൻ ഭയങ്കര മടിയുള്ള ആളാണോ? അത് ഡിപ്പെൻസ് ആക്ച്വലി. ചില സമയത്ത് ഞാൻ ബ്ലണ്ട് ആയിട്ട് പറയും, ചില സമയത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ സ്നേഹത്തോടെ ചില ആൾക്കാർ വന്നിട്ട് പറയും അതൊന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. പക്ഷെ ചില വാട്സാപ്പിൽ കൂടെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ പറയും നോ,
പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് നോന്ന് പറയാൻ. ആളെ ഹേർട്ട് ചെയ്യാൻ കുറച്ച് മടി, ഇത്തിരി മടിയാണ്. അത് ഇങ്ങനെ ഹേർട്ട് ചെയ്ത് നേരിട്ട് ചോദിക്കുമ്പോ മാത്രം കേട്ടോ. ഇപ്പൊ മൊബൈലിൽ കൂടെ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഡീൽ ചെയ്യാൻ അറിയാം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയും ഞാൻ. അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും ഞാൻ മുൻചാരോട് വെച്ചിട്ട് പറയാം എന്നൊക്കെ പറയും. മുൻചിട്ട് അതിലൊക്കെ ഇടും. ഇപ്പൊ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നമുക്കുള്ള പോക്കറ്റ് മണീസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഒരു സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ സജീവായി, പിന്നെ അമ്മയായി, വീട്ടിലായി, അല്ലെ, കുട്ടികളുടെ കാര്യം നോക്കി. ഈ ആക്റ്റീവ് ആയിട്ട് നടന്ന ഒരാള് പെട്ടെന്ന് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമുണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? ഭയങ്കര ടോക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരാള്. ഇല്ല, ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ചെയ്തപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും വീട്ടിൽ തന്നെ. ആർട്ട് വർക്ക്സ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 14 years ഒക്കെ ഞാൻ ഡാൻസ് പഠിച്ചതാ. അപ്പൊ അത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു കൂട്ടത്തിലല്ലായിരുന്നു ഞാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. പിന്നെ കുറെ ഷോപ്പ് ചെയ്യും. തെറപ്യൂട്ടിക് ആണ്. അപ്പൊ അത് കുറെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും ഞാൻ. വെറുതെ ഇരിക്കാറൊന്നുമില്ല. നമ്മുടെ ഒരു മിഥുൻ ചേട്ടനെ ഇപ്പൊ പൊതുവെ ആളുകൾക്ക് മിഥുൻ എന്ന് പറഞ്ഞ ആർജി മിഥുൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്, അല്ലെ? ഒരു നെഗറ്റീവ് ഞങ്ങൾക്ക് എവിടെയും ഒരു ഫീൽ ചെയ്യില്ല. എല്ലാം ഒരു പോസിറ്റീവ് കാര്യം. അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങളും ഫാമിലി റിലേറ്റഡ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഫാമിലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു അസുഖം വന്ന സമയത്ത് ആളുകൾക്ക് ഇത്രയധികം ഹേർട്ട് ചെയ്യും. പല സ്ഥലങ്ങളിൽ പോയി അറിയാത്ത ആളുകൾ വരെ പ്രാർത്ഥിക്കുക ചെയ്ത്. അപ്പൊ പക്ഷെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഹസ്ബൻഡ് വൈഫ് അവരാണല്ലോ ഒരു റൂമിനുള്ളിൽ ഇതൊക്കെ കാണുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു വിഷമിച്ചേച്ചി അത് ഫേസ് ചെയ്തത്? അസുഖം സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി. കാരണം ഞാനിത് സ്ട്രോക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ദുബായിലായിരുന്നു, ട്രിവാൻഡ്രത്തൊരു ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരു കണ്ണടയുന്നില്ല വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു മുൻചേട്ടാ എന്തോ പ്രശ്നമുണ്ട്, മുൻചേട്ടാ ഒന്ന് ഡോക്ടറെ പോയി കാണിക്കുന്നുള്ളൂ. അപ്പൊ എറണാകുളത്തായിരുന്നു. അപ്പൊ പോയി കാണിച്ചില്ല. അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ കേൾക്കേയില്ല, അങ്ങനെ ഒരു സ്വഭാവം. അപ്പൊ കാണിച്ചില്ല. ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് പോയ സമയത്ത് വെള്ളം കുടിച്ചപ്പോ ഇങ്ങനെ ഇവിടുന്ന് ഇറ്റി പോണു, കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മുൻചേട്ടന് മനസ്സിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ഇവിടെ ഒരു ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ എടുക്കാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രോക്കാന്ന് ചോദിച്ചു നമ്മളെല്ലാവരും. അങ്ങനെ മുൻചേട്ടൻ അനന്തപുരി പോയി ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സ്ട്രോക്ക് അല്ല, ബെൽസ് പാൽസി ആണെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റായി. ഉടനെ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നു, നാട്ടിലേക്ക് വന്നു. അങ്ങനെ 15 days ഞങ്ങൾ മാത്രം ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പുറത്ത് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും നമ്മൾ നടക്കുന്നത് പോലും ആ ഹോസ്പിറ്റലിൽ മാത്രമേ നടക്കാൻ പോയിരുന്നുള്ളൂ. അങ്ങനെയാണ് 15 days ആ കൺഫൈൻഡ് സ്പേസിലായിരുന്നു നമ്മൾ ജീവിച്ചത്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ നോക്കിയിട്ടായിരുന്നില്ല, എങ്ങനെ എത്ര പെട്ടെന്ന് ശരിയാവണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നും മസാജ് ചെയ്യലും ഫിസിയോതെറാപ്പിയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പഴയ രൂപത്തിലേക്ക് എത്തി. പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഫാമിലിയുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് പഴയ പോലെ ആയത്.